ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദയാലും. നമ്മളിന്നൊരു കുട്ടി സ്കിൻ കെയർ റൂട്ടീനാണ് ചെയ്യുന്നത്. ബേസിക്കലി നൈറ്റ് കെയർ റൂട്ടീനാണ് ഞാനിപ്പോൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. നമ്മളുടെ സ്കിന്ന് സെൽഫ് റിപ്പയർ ചെയ്യുന്നത് ഓവർ നൈറ്റിലാണ്. അപ്പം നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സ് ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്ന സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓവർ നൈറ്റാണ്. ഞാനിവിടെ ബേസിക്കലി ബ്രൈറ്റ്നെസ്സിനെ കുറിച്ച് പറയുന്നില്ല. നമ്മളുടെ സ്കിൻ ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഫേസിലുള്ള ഡൾനെസ് അല്ലെങ്കിൽ പിഗ്മെൻറ്റേഷൻസ് ഇതൊക്കെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് പ്രോഡക്ട്സ്, ഞാൻ യൂസ് ചെയ്യുന്ന കുറച്ച് പ്രോഡക്ട്സ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ സ്കിന്ന് ഒന്ന് ക്ലെൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ക്ലെൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഈ സെറ്റാഫിലിൻ്റെ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ, സെറ്റാഫിലിൻ്റെ ഈ പ്രൊഡക്റ്റിനാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ വേറെ ഫേസ് വാഷും ഇതുമായിട്ടുള്ള മെയിൻ ഡിഫറൻസ് എനിക്ക് ഫീൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഫേസ് വാഷ് യൂസ് ചെയ്യാൻ നേരത്ത് നമ്മളുടെ ഫുൾ ഫേസ് വാഷ് ഔട്ട് ചെയ്ത് കളയും, നമ്മളുടെ ആ ഓയിൽ കണ്ടന്റ് എല്ലാം വാഷ് ഔട്ട് ചെയ്യും. പക്ഷേ ഈ സെറ്റാഫിലിൻ്റെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ നാച്ചുറൽ ഓയിൽ കണ്ടൻറ്റ് അതേമാതിരി നിർത്തും. പക്ഷേ നമ്മളുടെ ഡർട്ടോ അതെല്ലാം റിമൂവ് ചെയ്തിട്ട് സ്കിൻ ഭയങ്കര ക്ലിയർ ആക്കും. പ്രൊഡക്റ്റിന് ഏകദേശം ഒരു 700 വരുന്നത്. പക്ഷേ നമുക്ക് ഈസിലി ഒരു 2-3 മന്ത് ഇത് യൂസ് ചെയ്യാൻ പറ്റും. സോ നമുക്കിത് കുറച്ച് ക്വാണ്ടിറ്റി എടുക്കാം. ഞാൻ ഇത്ര ക്വാണ്ടിറ്റി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫേസിൽ നന്നായിട്ട് മസാജ് ചെയ്ത് വിടാം. നമ്മൾ ഈ ക്ലെൻസ് ചെയ്യുന്ന സമയത്ത് ഒരു 1 മിനിറ്റെങ്കിലും എടുത്തിട്ട് നന്നായിട്ട് ഫേസ് മസാജ് ചെയ്യാനായിട്ട് നോക്കണം കേട്ടോ. എല്ലായിടത്തും നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും നെക്കിലും കൂടെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഇനി നമുക്കിതൊന്ന് വാഷ് ചെയ്തിട്ട് വരാം. സോ നമ്മൾ ഫേസ് വാഷ് ചെയ്ത് നെക്സ്റ്റ് പാർട്ടാണ് മോയ്സ്ചറൈസർ. ഞാനിവിടെ യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസർ ഈ ഡോട്ട് ആൻഡ് കിരി മോയ്സ്ചറൈസറാണ്. ഞാൻ പണ്ട് യൂസ് ചെയ്ത ഒരു ന്യൂട്രിഡം ആണെന്ന് തോന്നുന്നു, ആ മോയ്സ്ചറൈസറായിരുന്നു. അത് നല്ല മോയ്സ്ചറൈസറായിരുന്നു. പക്ഷേ ഇത് കുറച്ചുകൂടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ്. ഇതിന് ഏകദേശം എനിക്കൊന്നൊരു 350 റേഞ്ചൊക്കെ ആവുന്നുള്ളൂ. അത്യാവശ്യം നന്നായിട്ട് തന്നെ മോയ്സ്ചറൈസർ ചെയ്യും. സോ ഇത് ഞാൻ കുറച്ച് നല്ല ക്വാണ്ടിറ്റി എടുക്കും കേട്ടോ. എപ്പോഴും ഞാൻ ഇത്രയും ക്വാണ്ടിറ്റി എടുക്കും. ഇനി നമുക്ക് നന്നായിട്ട് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഫേസിൽ. നിങ്ങൾ ഈ ഫേസ് യോഗയൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് ഫേസ് യോഗ ഈ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ഫേസ് യോഗയും ചെയ്യാം. ഫേസ് യോഗ മോസ്റ്റ്ലി നമുക്ക് രാവിലെ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഇപ്പോൾ ടൈം ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് കിടക്കുന്നതിന് മുമ്പ് മോയ്സ്ചറൈസറൊക്കെ ഇട്ടിട്ട് ഒന്ന് ഫേസ് യോഗയും ചെയ്യാവുന്നതാണ്. ഇപ്പോൾ എന്ത് ചെയ്യുമ്പോഴും നമ്മൾ നെക്കിൽ കൂടെ ഇട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണമേ. അല്ലെങ്കിൽ നമ്മളുടെ മോസ്റ്റ്ലി എല്ലാവരുടെയും കേസിൽ ഫേസിൽ വേറൊരു കളറായിരിക്കും, നെക്കിൽ വേറൊരു കളറായിരിക്കും. സോ നമ്മൾ മോയ്സ്ചറൈസർ ഇട്ടു. ഇനി നിങ്ങൾക്ക് ഫേസ് മസാജ് ചെയ്യണമെങ്കിൽ ഫേസ് മസാജ് ഇപ്പോൾ ചെയ്യാം കേട്ടോ. ഫേസ് മസാജ് ചെയ്യുന്നത് നല്ലതാണ്. നമ്മളുടെ ഈ ഡബിൾ ചിന്നൊന്നും വരാതിരിക്കുക, അല്ലെങ്കിൽ നമ്മൾ ഏജ് ആയി കഴിഞ്ഞാൽ നമ്മളുടെ നെറ്റിയിലേക്ക് ഇങ്ങനെ ചുളിവൊക്കെ വരില്ലേ, അതൊക്കെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഫേസ് മസാജ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. ഇനി നമ്മുടെ നെക്സ്റ്റ് ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഗ്ലൈക്കോ 6 എന്ന് പറയുന്നത് ഞാനൊരു ഫാർമസി, നമ്മുടെ അടുത്തുള്ളൊരു ഫാർമസിയിൽ നിന്ന് വാങ്ങിച്ചു കേട്ടോ. ഞാൻ ആക്ച്വലി ഏതോ ഒരു റീലിൽ കണ്ടിട്ട് വേറൊരു പ്രൊഡക്റ്റ്, ഞാൻ സെയിം കണ്ടൻറ്റുള്ള വേറൊരു പ്രൊഡക്റ്റാണ് നോക്കിയത്. പക്ഷെ അവിടെ അതില്ലായിരുന്നു. അപ്പോൾ ആ കുട്ടി ഇത് യൂസ് ചെയ്ത് നോക്കാൻ പറഞ്ഞു. പക്ഷേ ഇത് റിയലി വർക്ക് ചെയ്യുന്നുണ്ട്. ഇത് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ ഫേസിൽ ചില സ്ഥലത്തൊക്കെ പിഗ്മെൻറ്റേഷൻസ് ഉണ്ടാവില്ലേ, അവിടെ നമുക്ക് ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്യാം. ബേസിക്കലി എൻ്റെ ഇവിടെ നെക്കിൻ്റെ അവിടെയായിട്ട് ഇവിടെ ഒരു പിഗ്മെൻറ്റേഷൻസ് ഉണ്ട്. സോ അവിടെ ഞാനിപ്പോൾ ഒരു 2-3 മന്തായിട്ട് ഇത് യൂസ് ചെയ്യുന്നുണ്ട്. നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്.
പക്ഷേ നിങ്ങളൊരു കാര്യം ഓർക്കണം, ഈ നെക്കിൽ നമുക്ക് പിഗ്മെൻറ്റേഷൻ വരുന്നത് ചിലപ്പോൾ നമ്മളുടെ ബ്ലഡിൽ ഇൻസുലിൻ ലെവൽ കൂടുതലായത് കാരണമായിരിക്കും. അത് കാരണം ബേസിക്കലി ഫസ്റ്റ് തന്നെ നിങ്ങൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും ഇല്ലെങ്കിൽ മാത്രം നിങ്ങളിത് ആയിട്ട് പോകാവുള്ളൂ കേട്ടോ. അല്ലാതെ ഡയറക്റ്റ് ഇത് തന്നെ വാങ്ങിച്ച് യൂസ് ചെയ്യരുത്. ഫസ്റ്റ് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കണം, എന്തെങ്കിലും ഇൻസുലിൻ കണ്ടൻറ്റ് കൂടുതലുണ്ടോ ഇല്ലയോ നോക്കണം. അങ്ങനത്തെ യാതൊരു ഹെൽത്ത് ഇഷ്യൂസ് ഇല്ലെങ്കിൽ നിങ്ങൾക്കിത് ട്രൈ ചെയ്യാം. പക്ഷേ കുറച്ച് ടൈം എടുക്കും റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. സോ ഇത് കുറച്ച് യൂസ് ചെയ്താൽ മതി. ഇപ്പം നമുക്ക് എവിടെയെങ്കിലുമൊക്കെ പിഗ്മെൻറ്റേഷൻസ് ഉണ്ടെങ്കിൽ അവിടെ നമുക്കിത് യൂസ് ചെയ്യാം. ബേസിക്കലി ഞാനിവിടെ എനിക്ക് കുറച്ച് പിഗ്മെൻറ്റേഷൻസ് ഉണ്ട്, ഞാനിവിടെ യൂസ് ചെയ്യുന്നു. പിന്നെ ഈ ഒരു ലിപ്പിനടിയിലായിട്ട്. സോ ഈ പ്രൊഡക്റ്റ് ഗ്ലൈക്കോളിക് ആസിഡ് ക്രീം 6% മൈക്രോ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ കേട്ടോ. ഇതിനധികം വിലയൊന്നുമില്ല, എനിക്കൊന്ന് ഒരു 200 സംതിങ് ഒക്കെ ഉള്ളൂ ഇതിൽ. ആൻഡ് ഫൈനൽ സ്റ്റെപ്പാണ് ലിപ് കെയർ. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് സെബാമെഡിൻ്റെ ഒരു ലിപ് കെയർ ആട്ടോ. ഇത് ആക്ച്വലി ഞാൻ എൻ്റെ മോന് വേണ്ടി വാങ്ങിച്ചതാണ്. പക്ഷേ ഇത് ഭയങ്കര ഇച്ചിരി കളർ തരുന്നുണ്ട്, അത് കാരണം അവനിപ്പോൾ വേറെ ഒരെണ്ണം യൂസ് ചെയ്യും. പക്ഷേ ഇത് നന്നായിട്ട് വർക്ക് ചെയ്യും, നന്നായിട്ട് മോയ്സ്ചറൈസർ ചെയ്ത് നിർത്തുകയും ചെയ്യും നമ്മുടെ ലിപ്പ്. സോ ഇത്ര ഉള്ളൂ നമ്മുടെ കുഞ്ഞ് സ്കിൻ കെയർ റൂട്ടീൻ. ഞാൻ അധികം പ്രൊഡക്ട്സ് ഒന്നും യൂസ് ചെയ്യാറില്ല. ഒരു പിഗ്മെൻറ്റേഷൻസ് അല്ലെങ്കിൽ ഡൾനെസ്സൊക്കെ നമ്മളുടെ ഫേസിലെ ഡൾനെസ് അതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് നമുക്കൊരു നല്ലൊരു നൈറ്റ് കെയർ റൂട്ടീൻ അത്യാവശ്യമാണ്. സോ ഈ പ്രൊഡക്ട്സൊക്കെ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ ഇതിലൊക്കെ പ്രൊഡക്ട്സ് നന്നായി വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ പ്ലീസ് ഷെയർ വിത്ത് മീ ആസ് വെൽ. വേറൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. Thank you so much for watching my video. Please share and subscribe and like my video. See you.